ദേശീയ സുരക്ഷയുടെ ഇടനാഴികളിൽ എപ്പോഴും സംഭവിക്കുന്നത് അവിശ്വസനീയമായ കാര്യങ്ങളായിരിക്കും. പക്ഷെ ഇത്തവണ ബംഗ്ലാദേശിൽ നിന്നും വന്ന ആ ഒരു വിധി, ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ SIR എന്ന നിഗൂഢത, അതിനെല്ലാം പുറമെ ബുധനാഴ്ച ഡൽഹിയിൽ നടന്ന ഒരു കൂടിക്കാഴ്ച, വെറും 48 മണിക്കൂറിനുള്ളിൽ ആ ഒരു രാജ്യത്തെ മുൻ പ്രധാനമന്ത്രിക്ക് വധശിക്ഷ വിധിച്ചതിന്റെ ഞെട്ടൽ മാറും മുമ്പേ ആ രാജ്യത്തിന്റെ NSA ഡൽഹിയിലേക്ക് പറന്നിറങ്ങുന്നു. ലക്ഷ്യം ഇന്ത്യൻ NSA അജിത് ഡോവൽ. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് കേവലം ഒരു നയതന്ത്ര കൂടിക്കാഴ്ചയല്ല, അതിർത്തിയിലെ ക്യൂവിൽ നിൽക്കുന്ന 400-ലധികം മനുഷ്യരുടെ കഥയാണ്. ഷെയ്ഖ് ഹസീനയുടെ വിധിയുടെ രാഷ്ട്രീയ പ്രതിധ്വനികളാണ് ബംഗ്ലാദേശ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഡോക്ടർ ഖലീലുർ റഹ്മാൻ ഡൽഹിയിൽ പറന്നിറങ്ങിയപ്പോൾ ചർച്ചയുടെ ഔദ്യോഗിക അജണ്ടയും അനൌദ്യോഗിക അജണ്ടയും എന്തായിരിക്കും? ആ ആകാംക്ഷയാണ് ലോകമെമ്പാടുമുള്ള നയതന്ത്ര നിരീക്ഷകർക്ക്. ഒന്നോർക്കാം, നയതന്ത്രത്തിൽ സമയം ഒരു വലിയ കളിക്കാരനാണ്. ഈ കൂടിക്കാഴ്ച നടന്ന സമയവും അതിർത്തിയിലെ ഈ തിരക്കും യാദൃച്ഛികമാകാൻ സാധ്യതയുണ്ടോ? അതാണ് നമ്മൾ ഇന്ന് ചികഞ്ഞറിയാൻ പോകുന്നത്. 400-ലധികം പേർ ക്യൂവിലാണ്. എന്തിനാണ് ഈ ക്യൂ? എങ്ങോട്ടാണ് ഈ യാത്ര? ഈ വീഡിയോ കാണുന്ന നിമിഷം അതിർത്തിയിലെ ആ കാത്തിരിപ്പ് ഒരുപക്ഷെ വർദ്ധിച്ചിരിക്കാം. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. SIR കാരണം ബംഗാളിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് മടങ്ങുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. 400 പേർ ക്യൂവിലാണ്. ഉദ്യോഗസ്ഥർ തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നയതന്ത്ര ബന്ധങ്ങൾ എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടെയായിരിക്കും നടക്കുക. പക്ഷെ പലപ്പോഴും ചിരികൾക്കെല്ലാം അപ്പുറം കൈകൊടുക്കുന്നതിന് പിന്നിൽ ഒളിപ്പിച്ചു വെച്ച ചില റിട്ടേൺ ടിക്കറ്റുകൾ ഉണ്ടാകും. ഇവിടെ അത്തരമൊരു ടിക്കറ്റിന്റെ കഥയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. റിപ്പോർട്ടുകൾ പറയുന്നത് ബംഗാളിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് മടങ്ങുന്നവരുടെ എണ്ണം പെട്ടെന്ന് വർദ്ധിച്ചിരിക്കുന്നു എന്നാണ്. കാരണം എന്താണ്? SIR. ഈ ചുരുക്കപ്പേര് ഒരുതരം നിഗൂഢതയോടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയ ഇടനാഴികളിൽ അടക്കം കേൾക്കാറുള്ളത്. ഒരു പ്രത്യേക തിരിച്ചറിയൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഈ ഒരു സാഹചര്യത്തിന്റെ ഫലമായി ബംഗ്ലാദേശ് അതിർത്തിയിൽ ഒരു അസാധാരണ പ്രതിഭാസം രൂപപ്പെട്ടിരിക്കുന്നു. 400-ലധികം ആളുകൾ അതിർത്തി കടക്കാൻ കാത്തു നിൽക്കുന്ന ഒരു വലിയ ക്യൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സാധാരണ ദിവസത്തെ ബസ് സ്റ്റോപ്പിലെ തിരക്കല്ല ഇത്. ഇതൊരു രാഷ്ട്രാന്തര ക്യൂ ആണ്. സമയം സ്വന്തം ഇഷ്ടപ്രകാരം ഒരു സ്വയം മടങ്ങിപ്പോക്ക്. ഈ ക്യൂവിന്റെ ദൈർഘ്യം കൂടുന്ന അതേ ദിവസങ്ങളിലാണ് ഡോക്ടർ ഖലീലുർ റഹ്മാൻ ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഈ ക്യൂവിലെ ആളുകളെ കണ്ടാൽ എന്തായിരിക്കും തോന്നുക? നമ്മുടെ രാജ്യത്തേക്ക് ആളുകൾ മടങ്ങി വരുന്നത് എത്ര നല്ല കാര്യമാണ് എന്നൊരു വളരെ പോസിറ്റീവായ ചിന്തയായിരിക്കുമോ അദ്ദേഹത്തിന് മനസ്സിലുണ്ടാകുക? അതോ ഈ ഒരു ക്യൂ ഡൽഹിയിലെത്തി ഡോവൽ സാറിനോട് സംസാരിക്കേണ്ട ഒരു വിഷയമാണല്ലോ, ഈ ഒരു ഭയം കലർന്ന ചിന്തയാണോ അദ്ദേഹത്തിന് ഉണ്ടാവുക? നയതന്ത്രത്തിൽ ഇങ്ങനെയുള്ള യാദൃച്ഛികതകൾ ഇല്ലെന്ന് പറയുന്നവരുണ്ട്. ഒരു വശത്ത് 100-കണക്കിന് ആളുകൾ സ്വന്തം രാജ്യത്തേക്ക് തിരികെ പോകാൻ ആവേശം കൂടുമ്പോൾ മറുവശത്ത് ഇരു രാജ്യങ്ങളിലെയും ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉഭയകക്ഷി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. എന്തായാലും ഈ ചർച്ചകളിൽ ഈ ക്യൂവിലെ ആളുകൾക്ക് വേണ്ടി ഒരു പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കൗണ്ടർ തുറക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടാകുമോ എന്ന് നമുക്ക് ഊഹിക്കാം. ഒരുപക്ഷെ ഇന്ത്യക്ക് ഇനി എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? ഈ മടങ്ങിപ്പോക്ക് കൂടുതൽ വേഗത്തിലാക്കാൻ എന്നൊരു ചോദ്യം റഹ്മാൻ സർ ചോദിച്ചിരിക്കാനും മതി. ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച് 48 മണിക്കൂറിനകം ഡോവലും റഹ്മാനും കൂടിക്കാഴ്ച നടത്തി. ഹസീന നിലവിൽ ഇന്ത്യയിലാണുള്ളത്. കൈമാറ്റം ചർച്ചയായോ എന്നതിൽ ഇരു രാജ്യങ്ങളും മൗനം പാലിച്ചു. ഒരു ഹോളിവുഡ് ത്രില്ലറിന് പോലും ഇത്രയും വേഗത ഉണ്ടാകില്ല. ഇതാണ് നയതന്ത്രം, ഇതാണ് രാഷ്ട്രീയ നാടകം. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചതിന്റെ മഷി ഉണങ്ങും മുമ്പേ, അതായത് കൃത്യം 48 മണിക്കൂറിനുള്ളിൽ ബംഗ്ലാദേശിന്റെ NSA ഡൽഹിയിൽ പറന്നിറങ്ങുകയാണ്. ഇതിനെ നമുക്ക് വെറും യാദൃച്ഛികമെന്ന് വിളിക്കാൻ സാധിക്കില്ല. നമ്മൾ ഇതിനെ വിളിക്കുന്നത് ദേശീയ സുരക്ഷാ അടിയന്തര കൂടിക്കാഴ്ചയുടെ സ്പീഡ് ബ്രേക്കർ ഇല്ലാത്ത വേർഷൻ എന്നാണ്. ചർച്ചയുടെ ഔദ്യോഗിക അജണ്ട എന്തായിരുന്നു? കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിന്റെ 7ാമത് NSA തല യോഗത്തിന്റെ മുന്നോടിയായിട്ടുള്ള കൂടിക്കാഴ്ച. അതായത് സാധാരണ സംഭാഷണങ്ങൾ, സ്ഥിരം വിഷയങ്ങൾ. പക്ഷെ ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലെ യഥാർത്ഥ ഹെഡ്ലൈൻ എന്തായിരുന്നു? ഷെയ്ഖ് ഹസീനയുടെ കൈമാറ്റം. ഹസീന നിലവിൽ ഇന്ത്യയിൽ ഉണ്ടെന്നത് ഒരു തുറന്ന രഹസ്യമാണ്. ഒരു വശത്ത് മനുഷ്യത്വത്തിനെതിരായ കുറ്റങ്ങൾക്ക് വധശിക്ഷ വിധിക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഇന്ത്യയിൽ, മറുവശത്ത് ആ വിധി നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ഇടക്കാല സർക്കാരിന്റെ പ്രതിനിധിയായി ഇന്ത്യയിലെത്തി. ഇന്ത്യൻ NSAയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഉഭയകക്ഷി വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്ന് ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ പുറത്തുവിട്ട പ്രസ്താവന എത്രമാത്രം നിഷ്കളങ്കമാണ്? പ്രസ്താവനയിൽ പറയുന്ന ആ ഒരു വാചകം ശ്രദ്ധേയമാണ്. കൈമാറ്റം ചർച്ചയുടെ അജണ്ടയിൽ ഉൾപ്പെട്ടോ എന്നതിനെ കുറിച്ച് ഇരു രാജ്യങ്ങളും മൗനം പാലിച്ചു. നയതന്ത്രത്തിൽ മൗനം ചിലപ്പോൾ 1000 വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കും. ഈ മൗനത്തിന് പിന്നിൽ ഒരുപക്ഷെ നടക്കാൻ പോകുന്ന ഒരു വലിയ ഡീലിന്റെ പ്രാരംഭ ചർച്ചകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കാം. ഈ കൂടിക്കാഴ്ചയെ ഹസീനയുടെ വിധിയുടെ 48 മണിക്കൂർ കൗണ്ടർ അറ്റാക്ക് എന്ന് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. NSA ഡോവലിനെ ധാക്കയിലേക്ക് ക്ഷണിച്ചത് ഈ മൗനത്തെ ഊട്ടിയുറപ്പിക്കാനാണോ? കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. റഹ്മാൻ ഇടക്കാല സർക്കാരിൽ നിന്നും ന്യൂഡൽഹി സന്ദർശിക്കുന്ന 2ാമത്തെ ഉന്നത ഉദ്യോഗസ്ഥനാണ്.
ആശയവിനിമയം തുടരാൻ ധാരണയായി. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധം എപ്പോഴും പുതിയ അയൽപ്പക്ക ബന്ധം എന്ന രീതിയിലായിരുന്നു. പക്ഷേ ഇടക്കാല സർക്കാരിന്റെ വരവോടെ ഈ ബന്ധത്തിന് ഒരു പുതിയ ടേസ്റ്റ് വന്നിരിക്കുകയാണ്. റഹ്മാൻ സർ ഡൽഹിയിൽ എത്തുന്ന രണ്ടാമത്തെ ഉന്നത ഉദ്യോഗസ്ഥനാണ്. ആദ്യത്തെ ഉദ്യോഗസ്ഥൻ വന്നപ്പോൾ എന്തൊക്കെ സംസാരിച്ചു എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ അറിവില്ല. പക്ഷേ രണ്ടാമത്തെ ആള് വരുമ്പോ അതിർത്തിയിൽ 400 പേർ ക്യൂവിലാണ് എന്നതാണ് ശ്രദ്ധേയം. ഹസീനയ്ക്ക് വധശിക്ഷയും. പിന്നെ ചുരുക്കി പറഞ്ഞാൽ ഈ കൂടിക്കാഴ്ച ഒരു സാധാരണ നയതന്ത്ര ചടങ്ങ് എന്നതിലുപരി അതൊരു പ്രതിസന്ധി പരിഹാര ചർച്ചയായിരുന്നു. ഒരുപക്ഷെ ഹസീനയുടെ കൈമാറ്റം ഔദ്യോഗികമായി അജണ്ടയിൽ ഇല്ലായിരിക്കും. പക്ഷേ ഒരു രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രിക്ക് വധശിക്ഷ വിധിച്ച് അവർ ഇന്ത്യയിൽ കഴിയുന്ന സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളിലെയും സുരക്ഷാ ഉപദേഷ്ടാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാന ഉഭയകക്ഷി വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്ന് പറയുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഉഭയകക്ഷി വിഷയം എന്തായിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാം. അത് അതിർത്തിയിലെ ക്യൂവിനെ കുറിച്ചുള്ള സന്തോഷ വാർത്തയാകാൻ യാതൊരു വഴിയുമില്ല. ചർച്ചകൾക്കൊടുവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ആശയവിനിമയം തുടരാൻ ധാരണയായി എന്നത് നയതന്ത്രപരമായ ഒരു ക്ലീശയാണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അതൊരു വലിയ മുന്നേറ്റം തന്നെയാണ്. കാരണം സംസാരിക്കുന്നത് തുടരാമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഈ വിഷയങ്ങളിൽ നമുക്ക് ഇനിയും ഒത്തുതീർപ്പിന് സാധ്യതയുണ്ട് എന്നാണ്. ഡോവലിനെ ധാക്കയിലേക്ക് ക്ഷണിച്ചത് നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരൂ, അപ്പൊ നമുക്ക് ഈ പ്രധാന ഉഭയകക്ഷി വിഷയം ഒന്നുകൂടി സംസാരിക്കാം എന്നൊരു കാരണമായി കണക്കാക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അങ്ങനെ അതിർത്തിയിലെ ക്യൂവും ഹസീനയുടെ വധശിക്ഷാ വിധിയും ഡോവൽ റഹ്മാൻ കൂടിക്കാഴ്ചയും ചേർന്ന് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിലെ ഏറ്റവും നാടകീയമായ ഒരു അധ്യായത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഈ നയതന്ത്ര നാടകത്തിലെ അടുത്ത രംഗം എവിടെയായിരിക്കും? ധാക്കയിലോ അതോ അതിർത്തിയിലെ ആ ക്യൂ ഇനിയും നീളുമോ? കാലം മാത്രമേ ഉത്തരം നൽകുകയുള്ളൂ. അപ്പോൾ ഈ സംഭവ വികാസങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ഈ ക്യൂ ഒരു രാഷ്ട്രീയ നീക്കമാണോ? ഹസീനയുടെ കൈമാറ്റം നടക്കുമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു ബ്രേക്കിംഗ് അനാലിസിസുമായി കാണുന്നതുവരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.